കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വീഴ്ചയുണ്ടായത്? ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. 4ാം റൂമിൽ നിന്ന് ബാൽക്കണിയുടെ ഭാഗത്തുകൂടെ പുറത്തേക്ക് ചാടുന്നു. അവിടുത്തെ ഷീറ്റ്, ഈ ചാട്ടത്തിൽ ഒരു ഷീറ്റൊക്കെ വെച്ചിരുന്നു, അത് പൊട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ചാടുന്നു. തുടർന്ന് സ്റ്റെയർകേസ് വഴി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അതിൽ പോലീസ് സംശയിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇത് നോൺ അവൈലബിൾ ആണ്. ടോം ചാക്കോ കുറച്ച് ദിവസങ്ങളായിട്ട് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹം 2016 കേസിൽ പിടിക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ ഫസ്റ്റ് കൊക്കൈൻ കേസായിരുന്നു. പക്ഷെ കേരള പോലീസിന്റെ അറിവില്ലായ്മ കൊണ്ടോ അജ്ഞത കൊണ്ടോ ആ കേസ് ഒന്നുമില്ലാതായിപ്പോയി. അങ്ങനെ ആ കേസിൽ നിന്നും ഷൈൻ ടോം ചാക്കോയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2-3 സ്ത്രീകളെ വെറുതെ വിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കോടതി പറയുന്നുണ്ട്, എൻ്റെ ദിവസം പറയുന്നുണ്ടായിരുന്നു, ആ കേസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാൻ കാരണം, കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വീഴ്ചയുണ്ടായത്, അല്ലെ കേരള പോലീസ് അറിഞ്ഞുകൊണ്ട് ഈ കേസിൽ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിരുന്നു നമുക്കറിയാം. ഒരാഴ്ചയായിട്ട് 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, 2 ദിവസം മുമ്പ് വിൻസി എന്ന് പറഞ്ഞ ആക്ട്രസ് പറയുന്നുണ്ടായിരുന്നു, തനിക്കൊരു ലൊക്കേഷൻ ഉണ്ടായപ്പോൾ നടൻ തന്നോട് കാണിച്ച രീതികൾ മോശമായിരുന്നു, പേര് പറയുന്നില്ലായിരുന്നു. പിന്നീട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ ഭാഗമായി സജീതൻ്റെ ആയിട്ടൊക്കെ TV ചാനലിലൊക്കെ വന്ന് 2 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് പറയാൻ തയ്യാറായി, ഷൈൻ ടോം ചാക്കോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നലെ വൈകിട്ട് ഷൈൻ ടോം ചാക്കോ എറണാകുളത്തെ വേദാന്ത എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നിന്ന് പോലീസ് റെയ്ഡിന് വന്ന വിവരം അറിഞ്ഞ് 3rd ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പുറകിൽ കൂടെ ജനലിൽ ഇറങ്ങി അതിൻ്റെ ഷെയ്ഡിൽ കൂടെ താഴോട്ട് പൂളിലോട്ട് വന്നു. പൂളിൽ നിന്ന് എഴുന്നേറ്റ് അവിടുത്തെ ഒരു ഗ്ലാസ് ഡോർ തള്ളി പുറത്തിറങ്ങി വീണ്ടും സ്റ്റെയർ വഴി ഇറങ്ങി റിസപ്ഷൻ ഇരിക്കുന്ന ആ വഴി ഓടിപ്പോയി. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ആ കാര്യങ്ങൾ രാവിലെ മുതലേ ചർച്ചയാണ്. ഇന്നലെ രാത്രിയിൽ എപ്പോഴായിരുന്നു ഈ സംഭവം? ഹോട്ടൽ അധികൃതരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ അവിടെ താമസിച്ചിരുന്നു, അയാളുടെ പേരിലായിരുന്നു റൂം? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഹോട്ടലിന് മുൻപിലാണ്. അതായത് കലൂർ ടൗൺ ഹാളിനടുത്തുള്ള PGS വേദാന്ത എന്ന ഹോട്ടലാണ്. ഇന്നലെ രാത്രി 10:85 കൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഹോട്ടലിലെ 3-ാം നിലയിലെ 314 നമ്പർ മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ റൂം എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസിൽ നിന്ന് ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഓൺലൈനിൽ മറ്റൊരാളുടെ പേരിലാണ് ഈ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഈ റൂമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡാൻസ് ഓഫിന്റെ സാന്നിധ്യം, സെർച്ചിന്റെ സാന്നിധ്യം ഷൈൻ ടോം ചാക്കോ തിരിച്ചറിയുന്നു. ജനൽ വഴി മറ്റൊരു ഭാഗത്തേക്ക് പുറത്തേക്ക് ചാടി, അതിനുശേഷം അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, തുടർന്ന് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചാടി, തുടർന്നാണ് സ്റ്റെയർകേസ് വഴി ഓടി, അതായത് ഈ 314-ാം റൂമിൽ നിന്ന് ബാൽക്കണിയുടെ ഭാഗത്തുകൂടെ പുറത്തേക്ക് ചാടുന്നു. അവിടുത്തെ ഷീറ്റ്, ഈ ചാട്ടത്തിൽ ഒരു ഷീറ്റൊക്കെ വെച്ചിരുന്നു, അത് പൊട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ചാടുന്നു. തുടർന്ന് സ്റ്റെയർകേസ് വഴി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏത് ഭാഗത്തേക്ക് ഷൈൻ ടോം ചാക്കോ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇതിനകം പോലീസിന്റെ പരിശോധനയുടെ എക്സൈസിന്റെ പരിശോധനയൊക്കെ തുടരുന്നുണ്ട്. അയാൾ ഏത് വഴിക്ക് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഡാൻസ് സംഘം റൂം അടക്കം പരിശോധിച്ചു. പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റുള്ളവയോ ഒന്നും കിട്ടിയതുമില്ല. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ നേരിട്ട് ലഹരി വസ്തുക്കളോട് കൂടി പിടികൂടുക, പിന്നീട് ഉപയോഗിച്ചെങ്കിൽ രക്തപരിശോധനയ്ക്ക് നടത്തുമ്പോൾ കിട്ടുക എന്നീ സാധ്യതകളാണ്. അതല്ലെങ്കിൽ പിന്നീട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്രൈം സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തിയുള്ള കേസുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആ സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ്. അതേസമയം അവർ എടുത്തിരുന്ന മുറിയിൽ പരിശോധന ഡാൻസ് ഓഫ് നടത്തി. പക്ഷേ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താണ് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടത്. പിന്നീട് ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയി എന്ന വിവരം സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. എന്താണ് നമ്മൾ ഹോട്ടലിലെ 314 നമ്പർ മുറി ഇന്നലെ ഓൺലൈൻ വഴി മറ്റൊരാളുടെ പേരിൽ ബുക്ക് ചെയ്താണ് ഇയാൾ അവിടെ എത്തിയത്. അപ്പോൾ അതിൽ തന്നെ ദുരൂഹതയുണ്ട്. നമ്പർ 2, ആ റൂമിൽ ഇയാൾ എത്തുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ സാഹചര്യത്തിൽ ഡാൻസ് ഓഫ് അവിടേക്ക് എത്തുന്നു എന്ന വിവരം ഇയാൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്, അല്ലേ?
ഉറപ്പായും. അതായത് ഇതിൽ രക്ഷപ്പെട്ട മറ്റൊരാൾ കൂടി റൂമിലുണ്ടായിരുന്നു, ഇയാളെ ചോദ്യം ചെയ്തിരുന്നു, പക്ഷേ അയാളെ പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, രക്ഷപ്പെട്ട രീതി വളരെ ശ്രദ്ധേയമാണ്. ഈ 3-ാം നിലയുടെ മുറിയുടെ ജനാല വഴി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടുന്നു. ഈ ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടുന്നു. തുടർന്ന് 2-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അതിനുശേഷം സ്റ്റെയർകേസ് വഴി രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾ കൂടിയും ഈ റൂമിലുണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനായി ഒരുപക്ഷേ മറ്റേതെങ്കിലും നിലയ്ക്കായിരിക്കും അയാളെ ചോദ്യം ചെയ്തിരുന്നു. അയാളെ ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് ചോദ്യം ചെയ്തു, വിശദാംശങ്ങൾ ശേഖരിച്ചു. പിന്നീട് ആ റൂമിൽ പരിശോധന നടത്തി. അവിടെ പക്ഷേ ലഹരി വസ്തുക്കളൊന്നും കിട്ടിയില്ല. ആ ആളെ പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ആരുടെ കൈവശം ഇനി എന്തിനാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്? പൊതുവെ പല ഘട്ടങ്ങളിലും അസ്വാഭാവികമായി ഷൈൻ പെരുമാറുന്നത് നമ്മൾ അഭിമുഖങ്ങളിലും അല്ലാതെ ഇദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവിടെ നിൽക്കട്ടെ, പക്ഷേ എന്തിനാണ് ആ ഘട്ടത്തിൽ കൃത്യമായി ഓടി രക്ഷപ്പെട്ടത്? മറ്റൊന്ന്, ഇത് സംബന്ധിച്ച ഒരു രഹസ്യ വിവരം ഡാൻസ് ഓഫിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് മുന്നറിയിപ്പില്ലാതെ എത്തിയത്. ഈ ഹോട്ടലിലേക്ക് എത്തി, അകത്തേക്ക് ഡാൻസ് ഓഫ് സംഘം പ്രവേശിച്ചു. അത് തിരിച്ചറിഞ്ഞായിരിക്കണം. തിരിച്ചറിഞ്ഞല്ലാതെ ഓടേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നാണ് 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി. അത്ര സാഹസികമായി ചാടി ആ ചാട്ടത്തിൽ ഷീറ്റ് പൊട്ടി. അതിനുശേഷം അതിന് താഴെയുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. പിന്നീട് സ്റ്റെയർകേസ് വഴി ഓടി ഇറങ്ങി രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ പിന്നീട് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലും പോലീസ് എത്തി വിവരശേഖരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു. അവർ മറ്റു വിവരങ്ങളൊന്നും തൽക്കാലം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം ഈ മുറി ബുക്ക് ചെയ്തത് മറ്റൊരാളുടെ പേരാണ്, ഓൺലൈൻ മുഖേനയുമാണ്. പോലീസ് പിടിക്കാൻ വന്നതിന് ഓടാനുള്ളത് കാരണം ചോദിച്ചാൽ പേര് വെളിപ്പെടുത്തിയാണ്. കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പോയപ്പം തന്നെ പോലീസ് അന്വേഷിച്ചു വന്നതാണോ എന്ന് കരുതി താൻ പേടിച്ച് അങ്ങനെ പുറകിലത്തെ ജനാല വഴി പുറത്തിറങ്ങി ഷെയ്ഡ് വഴി പൊളിച്ച് സ്വിമ്മിംഗ് പൂളിലോട്ട് വീണ്. എന്തോ നല്ല കാര്യത്തിന് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം ഉണ്ടായിരുന്നു. ചില സമയത്തൊക്കെ മെയിൻ്റെനൻസിന്റെ സമയത്താണ് ഈ പറഞ്ഞ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കാണത്തില്ലെന്ന്. അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയുടെ 2 കാല് ഒടിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഭാഗ്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വെള്ളം ഉണ്ടായത്. വെള്ളത്തിൽ നിന്ന് പുള്ളി ഇറങ്ങി, സ്റ്റെയർ ഇറങ്ങി, റിസപ്ഷൻ്റെ ആ പോയി ഇറങ്ങി അപ്പം വണ്ടി എടുത്ത് പോയിക്കണം. കേൾക്കുമ്പോൾ കോമഡി ആണെങ്കിലും 2016 കൊക്കൈൻ കേസ് ഇങ്ങനെ തെറ്റി മാറി രക്ഷപ്പെട്ടു. അപ്പോഴും പോലീസിന്റെ ഒരു കണ്ണല്ല, കോടതിയുടെ ഒരു കണ്ണ് ഷൈൻ്റെ നേരെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഷൈനില്ല. വിൻസിയുടെ കേസ് മകന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡസ്ട്രിയെ അറിയാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പറയുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കടയുണ്ട്, ATM കൗണ്ടർ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെയുള്ള സ്ഥലമല്ലേ. അവിടുത്തെ CC ക്യാമറകളൊക്കെ നോക്കി കഴിയുമ്പം കറക്റ്റ് ഷൈൻ എങ്ങോട്ടാ പോകുന്നത്, അതിന്റെ ഫേസ് ക്ലിയർ ആയിരിക്കും. അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. വാട്സപ്പ് ചാറ്റ്, കോൾ റെക്കോർഡ്സ് ഒക്കെ സെർച്ച് ചെയ്യാമല്ലോ. പുള്ളി വരുമ്പോൾ പുള്ളിക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു മാധ്യമങ്ങളാണല്ലോ, ഫോൺ എന്തെല്ലാം വേണം. പുള്ളിയുടെ വേണ്ടപ്പെട്ട ആളുടെ അല്ല പുള്ളിയുടെ സുഹൃത്ത്, അല്ല പുള്ളിയുടെ ഡ്രൈവർ, പുള്ളിയുടെ മാനേജർ, ആളുകൾക്കാണല്ലോ. അതുവഴിയായിരിക്കുമല്ലോ കമ്മ്യൂണിക്കേഷൻ. പ്രധാനമായും ഷൈൻ ടോം ചാക്കോയുടെ ആ ഓട്ടം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് പിന്നാലെ പല തവണ ഷൈനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കിട്ടിയിരുന്നില്ല. ഇതിന് പുറമെ തന്നെ ഷൈൻ പോകാൻ ഇടയുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഷൈനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷൈനിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നത്. ഇന്നലെ ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലേക്ക് എത്തിയതിന് പിന്നാലെ ഷൈൻ ജനൽ വഴിയാണ്, അതായത് മുറിയിലെ ജനൽ വഴിയാണ് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നത്. അത് ബൈക്കിലാണ് രക്ഷപ്പെട്ടതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് നേരെ ബോൾഗാട്ടി പാലസിലേക്കാണ് എത്തിയത്. ഇന്ന് പുലർച്ചെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം 3:30 കൂടി തൃശ്ശൂരിലേക്ക് പോയെന്നുള്ള സൂചനകൾ കൂടിയാണ് പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ കാരണമുണ്ടെന്നുള്ളതാണ്. അതിൽ പോലീസ് സംശയിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ അയാളുടെ പക്കൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഏതായാലും അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല. ഈ ഹോട്ടൽ മുറിയിൽ വിശദമായ പരിശോധന ഡാൻസർ സംഘം നടത്തിയെങ്കിൽ പോലും അവിടെ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യമില്ലാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇതിൽ ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ലഹരി ഭയങ്കരമായിട്ടൊന്ന് സ്പ്രെഡായി എല്ലാ മുക്കിലും മൂലിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ പ്രശ്നങ്ങളും ഇത് പോലീസ് ചെക്കിങ്ങൊക്കെ വന്നപ്പം വരവ് കുറഞ്ഞു. സ്ഥിരമായിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് വലിഞ്ഞു മുറുകും. അപ്പം എവിടുന്നെല്ലാം ഈ സാധനം സംഘടിപ്പിക്കുക എന്നുള്ള ഒരു മാനസിക നിലയാണല്ലോ. അങ്ങനെ തന്നെ ഈ നാളത്തിൽ വിളിച്ചിരിക്കുന്ന
ആവശ്യക്കാരെല്ലാം പുറത്തു കാണും. സെല്ലേഴ്സ് എപ്പോഴും ചുറ്റി നിൽക്കുന്ന അവസരം കിട്ടിയാൽ വരിക, സെല്ല് ചെയ്തിട്ട് പോവുക. അവരെപ്പോഴും അങ്ങനെയാണല്ലോ. സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ അതാണ് അവിടെ ഒരു രീതി. എത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെ വന്ന് സെല്ല് ചെയ്യാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസോടെയാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് അവർ വീണ്ടും ചെയ്യാൻ. നമുക്കിവിടെ ലഹരി പിടിച്ചാലും കിലോ കണക്കിലൊക്കെ പിടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറുത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്റ്റേഷൻ ജാമത്തിൽ പുറത്തിറങ്ങാം. ആ കണ്ണൂർ കേസ് നിങ്ങൾ കേട്ടില്ലേ? 2 പെൺകുട്ടികൾ കല്യാണത്തിന്റെ ചടങ്ങിനാകുമ്പോഴായിട്ട് കസിന്റെ വീട്ടിലെന്താ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട 2 സുഹൃത്തുക്കൾക്കൊപ്പം കണ്ണൂരിൽ റൂം എടുക്കുകയും പോലീസ് വന്ന് ചെക്കിങ് ഒന്നും പിടിക്കുകയും ചെയ്തു. 4 ദിവസമായിട്ട് അവിടെ കൂടെ വന്ന പല ലോഡ്ജുകളിൽ പേടികൾ കുറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഇത് നോൺ അവൈലബിൾ ആണ്. അത് ഇത്ര പിടിച്ചാലും നോൺ അവൈലബിൾ തന്നെയാണ്. ഇതെന്താ അങ്ങനെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളായ അയൽക്കപ്പെടുത്തം വീടുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ പെട്ടുപോകലാണ്. അവർക്ക് എന്നുള്ള ഇതിലാണ് നിയമത്തിലൊക്കെ അതിപ്പോൾ പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ ലഹരിയായിട്ട് വന്നു കഴിയുമ്പം 1-2 ആൾക്കാരുടെ പേരിൽ അത് ഒതുങ്ങി തീരുവാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സുരേഷ് പറയുന്നുണ്ടായിരുന്നു, ക്യാരവാൻ്റെ ആളുകൾ ചെല്ലുമ്പം ക്യാരവാൻ്റെ അകത്ത് കൂട്ടമായിട്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ ഈ പേരുകളാരും മുമ്പോട്ട് പറയുന്നില്ല. നാടിന്റെ വികസനത്തെ തന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല. നാടിന്റെ വികസനത്തെ എങ്ങനെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ബോധവും വിവേചന ബുദ്ധിയൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ കിട്ടത്തില്ല. ഒന്നാമത് നാട്ടിൽ യുവാക്കൾ കുറവാണ്. നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉള്ള യുവാക്കളൊക്കെ എല്ലാവരും ഒന്നുമല്ല, ഒരു വലിയ വിഭാഗം. ഇപ്പോൾ 100 പേരെ എടുത്താൽ 50 പേരിലും ഈ സാധനങ്ങൾ കാണും. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ 2010 ഇത്ര ഒരു ഇതിലോട്ട് വന്നു. പണ്ടൊക്കെ നമ്മൾ ഏറ്റവും ബാധിക്കുന്ന കഞ്ചാവ് നോക്കുമായിരുന്നു. ഇപ്പം കഞ്ചാവ് ഒന്നും ഇല്ല. ഇന്നിപ്പം MDMA ഇനി 5-10 വർഷം കഴിയുമ്പോൾ നിലവരും. ഇതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ നമ്മുടെ നിയമങ്ങൾ, അതിന്റെ പണിഷ്മെന്റ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ പഠിപ്പിച്ചു വിടുമ്പം കുട്ടികൾക്ക് കാര്യം മനസ്സിലാവും. ഇന്നത് ചെയ്താൽ പണിയാണ്, ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ഒരുപാട് വേണ്ടത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു നല്ല സിറ്റിസണായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത്. ഷൈൻ്റെയൊക്കെ പേരൻസ് ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു കേസിൽ നിന്ന് മാറി വന്നല്ലേ പേടി കണ്ട എന്നൊക്കെ അവർ പറയുന്നത്. അവരല്ലാതെ ഇപ്പൊ എന്ത് മീഡിയ നിന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അവരുടെ വിഷമം അവർക്കല്ലേ അറിയാവുള്ളൂ. അത് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നവർക്ക് എന്റെ വിഷമങ്ങൾ മനസ്സിലാവും. പബ്ലിക് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്നുള്ളത്. ചിലർ പറയും വളർത്തുദോഷമാണ്, ചിലർ പറയും പണ്ടൊക്കെ നീക്ക് ചെയ്ത് കൂട്ടിയതിന്റെ ത്രാക്കളാ, നീക്ക് കാണിച്ചു കൂട്ടിയതിന്റെയാണ്. ചിലർ പറയും എന്റെ വലുത് വരാവുന്ന ഷൂസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്നു. ചിലർ പറയും പ്രാർത്ഥനയുടെ കുറവാണ്, നല്ലവണ്ണം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ഇല്ലാത്തതിന്റെയാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നാൽ ഈ ലഹരി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ എക്സ്ട്രാ ജീവിതത്തിലോട്ടൊക്കെ തിരിച്ചു കൊണ്ടിരണം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ആരും ഉണ്ടോ? അറിയില്ല. നമ്മളൊക്കെ തന്നെ നമ്മളെ സ്വയം മാറ്റിയെടുക്കുക. നമുക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സിറ്റുവേഷനാണ് ഇങ്ങനെ. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തും, നമ്മുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തും. കാരണം നമ്മൾ വീഴുമ്പം എല്ലാവർക്കും കുറ്റപ്പെടുത്താനേ സമയം കാണും. ആരുടെയും കുഴപ്പമില്ല, അവരങ്ങനെയാണ് കാണുന്നത്. ലഹരി മൂലം എത്രയോ കുടുംബങ്ങളൊന്നും ഇല്ലാതായിട്ടുണ്ട്. ലഹരി ആവശ്യം വരുമ്പം പൈസ ചോദിക്കും, വീട്ടുകാർ കൊടുത്ത് അവസാനം കുടുംബം മുടിയുന്ന സിറ്റുവേഷനാണ്. എത്രയോ കുടുംബങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പാരമ്പര്യത്തെ വീടും പറമ്പൊക്കെ ഉള്ള അവസാനം വീടും പറമ്പും എല്ലാം വിറ്റ് ഏതെങ്കിലും മൂലം ഒതുങ്ങിത്തീരുന്ന അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോ ഘട്ടങ്ങളിലും ലഹരിക്ക് വേണ്ടി മണം ചോദിക്കുമ്പം പണം നൽകി മരം നിൽക്കുന്ന പറയുമ്പോൾ മരത്തിന്റെ അടിയിൽ മണ്ണുണ്ട്. മണ്ണെന്താണല്ലോ ഇങ്ങനെ മരം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഈ വേര് ഗ്രിപ്പ് ചെയ്യല്ലേ നിൽക്കുന്ന മരം. അപ്പം മണ്ണ് ഒലിച്ചു പോയി കഴിയുമ്പം വേരിന് ഗ്രിപ്പ് പിടിക്കാൻ കിട്ടാവരും. അപ്പം എന്ത് ചെയ്യും? മരം മറിഞ്ഞു വീഴും. അങ്ങനെയാണ് പല കോടീശ്വരന്മാരല്ല, പല ബിസിനസ്സുകാരും, അല്ല പല സമ്പന്നമായ കുടുംബങ്ങളും തകർന്നു പോകുന്നു. ചില സിറ്റുവേഷനിൽ കേൾക്കാറില്ലേ, മരുന്ന് കിട്ടാവരും അപ്പനെയും അമ്മയും തല്ലി വിടണം,
പൈസ കൊടുക്കാതിരിക്കുന്നു, അവർ കൊലവിളിയായിട്ട് വരും. വല്യപ്പനെ വെട്ടിക്കുന്നു, അമ്മയെ വെട്ടിക്കുന്നു, അപ്പനെ വെട്ടിക്കുന്നു, കുടുംബത്തിലുള്ള എല്ലാവരെയും വെട്ടിക്കുന്നു, തീ കൊളുത്തുന്നു. നമ്മളൊക്കെ തന്നെ ഫാമിലി വരുമ്പോൾ നമുക്ക് അതിന്റെ വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും. അത്രയും ഷൈൻ്റെ ഇഷ്യൂസൊക്കെ മാറട്ടെ, നാട്ടിലുള്ള മറ്റ് ലഹരി ഇഷ്യൂസുകളൊക്കെ മാറി സ്വസ്ഥത സമാധാനത്തോടെയൊക്കെ നമ്മളെ കാലം പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് നമുക്ക് പറയാൻ സാധിക്കട്ടെ. ഇന്നിപ്പം നമുക്കത് ഗോഡ്സ് ഓൺ കൺട്രി എല്ലായിടത്തും പറയാനൊരു ഭയമാണ്. അത്യാവശ്യം പത്രം വായിക്കുന്നവരൊക്കെയാണ് ഈ മാറ്ററൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മളെന്ത് പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.